മലപ്പുറം കാട്ടുങ്ങലിൽ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ വഴിത്തിരിവ്. കേസിൽ പരാതിക്കാരനായ ജ്വല്ലറി ജീവനക്കാരനും അറസ്റ്റിൽ. തിരൂർക്കാട് സ്വദേശി സിവേഷ്, സഹോദരൻ ബെൻസ് എന്നിവരാണ് പിടിയിലായത്. കവർന്ന 117 പവൻ സ്വർണം ശിവേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. മറ്റൊരു പ്രതി ഷിജുവിനായി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടുങ്ങലിൽ വെച്ചായിരുന്നു കവർച്ച. നിഖില ബാങ്കിൾസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്ന 117 പവൻ സ്വർണമാണ് കവർന്നത്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനായ സിവേഷാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. സ്ഥാപനത്തിലെ സ്വർണം ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും ഇയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ആസൂത്രണം നടത്തി സഹോദരനായ ബെൻസിനെയും സുഹൃത്ത് ഷിജുവിനെയും കൂട്ടി കവർച്ച നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ശിവേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് pretty much of criminal antecedents. ആൾക്ക് ഒരു റോബറി കേസിലെ പ്രതിയാണ്, പോക്സോ കേസുണ്ട്, NDPS കേസുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇയാളെ തന്നെയാണ് ഈ ജ്വല്ലറിയിൽ ജോലിക്ക് നിയോഗിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഇയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച സമയത്ത് വിശ്വാസമുള്ള 2 പേരും കൂട്ടി ഇത് സ്റ്റേജ് ചെയ്ത് പേരറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർ വന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. സംഭവം കണ്ട ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷീർ പ്രതികളെ പിന്തുടർന്ന് ബൈക്കിന്റെ ഫോട്ടോ എടുത്ത് മഞ്ചേരി പോലീസിന് കൈമാറിയതാണ് കേസിൽ നിർണായകമായത്. സിവേഷ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.